ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് പെരുന്തേനരുവി വാട്ടർഫോൾസ്. അപ്പം നമ്മളിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ നിന്നും വെച്ചുച്ചിറ പഞ്ചായത്ത്. വെച്ചുച്ചിറയിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ഈ പെരുന്തേനരുവിയുടെ മനോഹാരിതയിലേക്ക് എത്താൻ പറ്റും. വെച്ചുച്ചിറയിൽ നിന്ന് നവോദയ ജംഗ്ഷനിലെത്തുക. നവോദയ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പെരുന്തേനരുവിയിലേക്ക് എത്താനായിട്ട്. അപ്പം ആ 2 കിലോമീറ്ററോളം വരുന്ന യാത്ര തന്നെ വളരെ മനോഹരമുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും നിറയെ പച്ചപ്പുമായിട്ട് കാട് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ ഈ യാത്ര. അത് തന്നെ നല്ലൊരു സുഖമുള്ള യാത്രയായിരുന്നു. മനസ്സിനൊക്കെ നല്ലൊരു കുളിർമ തോന്നുന്ന യാത്ര തന്നെയായിരുന്നു. അപ്പോൾ റോഡ് കാര്യങ്ങളോ ഒന്നും മോശമൊന്നുമില്ല, നല്ല റോഡാണ് അവിടെ എത്തുന്നത് വരെ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുരിശിൻ്റെ അടുത്തുനിന്ന് റൈറ്റ് പോകുന്ന വഴിയാണ് നമ്മൾ അരുവിയിലേക്ക് എത്തേണ്ട വഴി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുകളിലാണ് ഈ പെരുന്തേനരുവി ഇപ്പം ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ആ ഡാമിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഈ താഴെ കാണുന്നത് ആറാണ് കേട്ടോ, പെരുന്തേനരുവി ആറാണ്. അപ്പം നമ്മൾ ഈ ദാണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ എത്തിപ്പെടാൻ പോകുന്നത്. അവിടെയാണ് ഡാം കെട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ പോയി നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം ദൂരെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ കാണാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അപ്പം വലിയ വാഹനങ്ങളൊന്നും ഇതിലേക്ക് കടത്തി വിട്ടില്ല. കാറ് അതുപോലുള്ള ചെറിയ വാഹനങ്ങളൊക്കെയാണ് ഈ പാലത്തിൽ കൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. വലിയ വാഹനങ്ങൾക്കൊക്കെ ഒന്നും നിരോധനമാണ്. അപ്പോൾ ഡാം കെട്ടിയേക്കുന്നുണ്ട്. ഈ ഭാഗത്ത് അങ്ങനെ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇപ്പം പൊതുവേ മഴയും കുറവാണല്ലോ, വെള്ളം അധികമുള്ള സമയമല്ല ആറ്റിലെങ്ങും. അപ്പം ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നല്ല രസമാണ്. ആ വ്യൂ തന്നെ, നല്ല ആ പാലത്തിൽ നിന്നുള്ള ആ വ്യൂ തന്നെ വളരെ മനോഹരമാണ്. അപ്പം ഒന്നാമത് ഡാം വെള്ളം കുറവാണ്. അതുപോലെ ഡാം അങ്ങനെ കാര്യമായിട്ട് തുറന്നു വിട്ടിട്ടില്ലല്ലോ, കുറച്ചായിട്ടാണ് തുറന്നു വിടുന്നത്. അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് പെരുന്തേനരുവി എന്ന് പറയുന്നത്. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ കാണാനായിട്ട് വരുന്നതാണ്. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. ആ പാലത്തിൽ കയറി നിന്നിട്ട് പാലത്തിൽ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ പെരുന്തേനരുവി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാണാനൊക്കെ അധികം സുന്ദരിയാണ്. അതുപോലുള്ള ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ വരുന്നവർ ആദ്യം അവർ എന്തൊക്കെ ഇതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ബോർഡൊക്കെ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ച് തന്നെ വേണം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നിൽക്കാൻ. അതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ദൂരോട്ട് മാറി നിന്ന് മാത്രം കാണുക, അടുത്തേക്കൊന്നും പോവാതിരിക്കുക. കാരണം അത്ര അപകടകാരിയാണ്. നമ്മൾ പെരുന്തേനരുവിയുടെ മനോഹാരിത എന്ന് പറഞ്ഞത് അത്ര മനോഹരിയാണ് അവൾ കാണാൻ. ആ വ്യൂ തന്നെ നല്ലൊരു രസമാണ്, നല്ല മനോഹരിയാണ് കാണാൻ. പക്ഷേ അതുപോലെ തന്നെ ഭയങ്കര സംഹാരരൂപിണിയുമാണ്. അപ്പോൾ ആ പറച്ചിലിൽ തന്നെ നിങ്ങൾ അതിൻ്റെ എത്രമാത്രം അപകടമുള്ള ഒരു സ്ഥലമാണ് എന്ന് സ്വയം ഓരോ മനുഷ്യരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാൻ വയ്യാതെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ വന്നു. പെരുന്തേനരുവിയുടെ ഭാഗത്തു നിന്ന് ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് അപ്പോൾ താമസിക്കാനായിട്ടാണെങ്കിൽ അവിടെ ഹോട്ടൽസും ഉണ്ട്. അപ്പം മറ്റ് വെള്ളം അതുപോലുള്ള കാര്യങ്ങൾ, സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പം നമുക്ക് താഴെ പതുക്കെ ഇറങ്ങി ഇവിടെ താഴെ അരുവിയുടെ അടുത്തേക്ക് പോവാം. ഈ അരുവിക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല, ഒരുപാട് അപകടം പിടിച്ച സ്ഥലമാണ്. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണ്. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് പേര് എത്തിപ്പെടുന്നുണ്ട്. ഈ അരുവിയുടെ അപകടം എത്ര ഉണ്ടെന്നറിയാതെ പറഞ്ഞാലും അങ്ങോട്ടേക്ക് പോകാതെ. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം തന്നെ എനിക്ക് കുറച്ചറിയുന്ന സ്ഥലമാണ് ഇത്. പക്ഷേ എന്നാലും ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും നമുക്കിവിടെ അറിയാവുന്നൊന്നും അവർക്കറിയില്ല. എങ്കിൽ തന്നെ അവർ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകരുത്, വീഡിയോ എടുക്കുകയാണ്, മാറി നിന്ന് എടുക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോകുന്നതും ശരിയല്ലല്ലോ. അപ്പം പിന്നെ ഞാനും അതൊക്കെ തന്നെ പാലിച്ചൊക്കെ തന്നെയാണ് അവിടെ നിന്നത്.
അപ്പോൾ ഈ താഴോട്ട് മേളിൽ ആ ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ താഴെ പെരുന്തേനരുവിയുടെ ആ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നത്. അതുകൊണ്ട് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അവിടെ ഇത് ഇങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ കാഴ്ചയെന്ന് പറയുന്നത്. മഴയൊക്കെ ഉള്ള സമയത്ത് വന്നാലേ അതിൻ്റെ ആ മനോഹാരിത കൂടുതലും നമുക്ക് കിട്ടുള്ളൂ, ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ അടുത്തോട്ടൊന്നും നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. വളരെ അപകടം പിടിച്ച ഒരു ഏരിയയാണ്. അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ദേശത്തുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അരുവി മൂളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരുവി മൂളിയാൽ പിറ്റേ ദിവസം എന്തെങ്കിലും അപകടം അവിടെ നടന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതുവരെയുള്ള അനുഭവം ആ ദേശക്കാരുടെ അനുഭവമാണ്, അവരാണ് അതൊക്കെ പറയുന്നത്. അപ്പം അരുവി മൂളിയാൽ പിറ്റേ ദിവസം എന്തെങ്കിലും അപകടം അവിടെ ഉറപ്പാണ്. അപ്പം ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവർ ഇതുപോലെ മാറി നിന്ന് അവിടെ ചെറിയ പാലമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ മാറി നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ മനോഹരമായ ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അപ്പം നമ്മുടെ കൂടെ വരുന്നവരൊന്നും സെൽഫി എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും അത്ര അടുത്തേക്കൊന്നും പോകാതിരിക്കുക. ജീവിതം നമ്മുടെയാണ്, നമ്മൾ വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജീവൻ്റെ വില നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം ഓരോരുത്തരും ആ ഭാഗത്തേക്ക് പോകാൻ. അപ്പം നമുക്ക് ഇതുവഴി താഴെ ഇറങ്ങി താഴോട്ട് പോകാൻ പറ്റും കേട്ടോ. ആറിൻ്റെ സൈഡിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പം നമുക്ക് തിരിച്ച് ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് അവിടെ നിന്ന് കയറി വരുന്ന വഴിക്ക് കുറേ ആളുകൾ ചൂണ്ടയിടാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറേ ഹിന്ദിക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അവരങ്ങേ അറ്റത്ത് പോയി നിൽക്കുകയാണ്. അപ്പം ഞാനും കുറച്ച് പറഞ്ഞു അങ്ങോട്ട് പോലെ കൂടുതലായിട്ട് അങ്ങോട്ടൊന്നും പോകണ്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ആ ചൂണ്ടയിടാൻ പോയ ആ പ്രായമുള്ള മനുഷ്യരൊക്കെ അവരെ കുറച്ച് വിരട്ടിയിട്ടാണ് ഇങ്ങനെ കയറ്റി വിട്ടത്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം നിങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോവുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്